നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ തന്നെ അയോഗ്യയാക്കിയതിനെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ രാജ്യാന്തര കായിക കോടതിയിൽ വാദം പൂർത്തിയായി. ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികം വന്നതിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെയാണ് വിനേഷ് ഫോഗട്ട് രാജ്യാന്തര കായിക കോടതിയിൽ അപ്പീൽ നൽകിയത്. സമാപന ചടങ്ങിന് മുമ്പ് തന്നെ വിധി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 മണിക്കൂറാണ് വിനേഷിന് വേണ്ടിയുള്ള വാദം നടന്നത്. അപ്പീൽ അനുകൂലമായ തീരുമാനം ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. 50 കിലോഗ്രാം ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്. ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികമായതിനെ തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കി പ്രഖ്യാപിച്ചത്. വെള്ളി മെഡലിന് അർഹതയുണ്ടെന്ന് കാണിച്ചാണ് വിനേഷ് അന്താരാഷ്ട്ര കായിക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവെ, വിദുഷ്പത് സിംഘാനിയ എന്നിവരാണ് വിനേഷ് ഫോഗട്ടിന് വേണ്ടി ഹാജരായത്. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOA എന്നിവരുടെ വാദം കോടതി കേട്ടു. ഈ ഒരു സമയത്ത് കോടതി വിധി എന്തായാലും വേണ്ടത് വിനേഷിനുള്ള പിന്തുണയാണെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ ഉറപ്പുള്ള ഒരു മെഡൽ പ്രതീക്ഷയാണ് വിനേഷ് ഫോഗട്ടിനെതിരായ ഈ ഒരു നടപടിയിലൂടെ നഷ്ടമായത്. രാജ്യമെങ്ങും ഇതിൽ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. വിനേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നിരവധി പേർ വിനേഷിന് ധാർമ്മിക പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. കൂടാതെ അവരുടെ ജന്മനാടായ ഹരിയാനയിലെ മുഖ്യമന്ത്രി തന്നെ വിനേഷ് പരാജയപ്പെട്ടതായി കണക്കാക്കുന്നില്ലെന്നും വിജയിച്ച തന്നെയാണ് തങ്ങൾ കണക്കാക്കുന്നതെന്നും ആ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുമെന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ വിധി എന്താകുമെന്നുള്ളത്. കോടതി വിധി അനുകൂലമാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പലപ്പോഴും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ മെഡൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. രാജ്യം അങ്ങേയറ്റം സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തുക എന്നുള്ളത്. എന്തായാലും രാജ്യാന്തര കായിക കോടതി ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിലെ കായിക പ്രേമികളും പ്രതീക്ഷിക്കുന്നത്.